നമ്മളിന്ന് റോമാലേഖനം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുകയല്ല. റോമാലേഖനം നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ വാക്യം ബൈ വാക്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. എന്താണ് ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ മിനിമം അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റോമാലേഖനം ആസ് ഒരു ലേഖനമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു ആഴം എന്താണെന്നും. നമ്മളിപ്പോൾ സുവിശേഷങ്ങളൊന്നും പഠിച്ചു തുടങ്ങിയില്ല, നമ്മൾ വേറെ ഒരു ലേഖനം പഠിച്ചില്ല. ആദ്യമേ തുടങ്ങുന്നത് എന്താണ്? റോമർക്ക് എഴുതിയ ലേഖനമാണ്. ഈ ശരിക്കും ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പം ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് പറയപ്പെടുന്ന അധികം പേരും, പല വാദങ്ങൾ അതിൻ്റെ അകത്തുണ്ടെങ്കിലും അധികം പേരും ലേഖനങ്ങളിലെ രാജ്ഞി എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? എഫേസ്യ ലേഖനത്തെയാണ്. പക്ഷെ അപ്പം നമ്മൾ എഫേസ്യ ലേഖനം ചൂസ് ചെയ്യാതെ റോമാലേഖനം ചൂസ് ചെയ്ത് ആദ്യമേ പഠിക്കുമ്പോൾ എന്തിനാണ് നമ്മളത് ചൂസ് ചെയ്തതെന്നുള്ളതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മിനിമം അറിഞ്ഞിരിക്കണം. അപ്പം റോമാലേഖനം നമുക്ക് എന്താ എല്ലാവർക്കും അറിയാം. ആരെഴുതിയ? അതിൻ്റെ അകത്ത് വലിയ തർക്കമൊന്നുമില്ല. പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്. ആർക്ക് എഴുതിയതാണ്? റോമർക്ക് എഴുതിയതാണ്. റോമർക്ക് എന്ന് പറയുമ്പോൾ റോം എന്ന് പറയുന്ന സ്ഥലത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഈ മറ്റ് ലേഖനങ്ങൾ തൊടാതെ നമ്മൾ റോമാലേഖനം എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ റോമാലേഖനത്തിനകത്തിൽ ഈ ക്രിസ്ത്യൻ തിയോളജി അത്രയും ആഴത്തിൽ ക്രിസ്ത്യൻ ഉപദേശങ്ങൾ, ഡോക്ട്രിൻസിനെ പൗലോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് പൗലോസിന് പറയാൻ പറ്റിയെന്ന് ചോദിച്ചാൽ, വേറെ ലേഖനങ്ങൾ അധികവും നമ്മൾ എടുത്താൽ പല ലേഖനങ്ങളുടെയും പിന്നിൽ എഴുതുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടൊരു വിഷയത്തെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഗലാത്യ ലേഖനം പൗലോസ് എഴുതാനുള്ള കാരണം എന്താ? പൗലോസിൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എവിടാ? യെരുശലേമിൻ്റെ ഒക്കെ മേളിൽ സിറിയ എന്നൊരു രാജ്യമുണ്ട്. അവിടെ ആൻറ്റിയോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടാണ് പൗലോസിൻ്റെ ബർണബാസിൻ്റെ ഒക്കെ ബേസ്. അവിടെ നിന്ന് നേരെ മേളിലോട്ട് ഏഷ്യ മൈനറിൽ ചെന്നിട്ട് ഗലേഷ്യ എന്ന് പറയുന്ന കുറേ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? സുവിശേഷമൊക്കെ പറഞ്ഞ് അവിടെ ചർച്ചൊക്കെ സ്ഥാപിച്ചു. എന്നിട്ട് പൗലോസ് കറങ്ങി തിരിഞ്ഞ് എവിടെ വന്നു? വീണ്ടും സിറിയയിലെ ആൻറ്റിയോക്കി വന്നു. ഈ ഗ്യാപ്പിൽ യെരുശലേമിലുള്ള കുറേ ജൂയിഷ് ക്രിസ്ത്യൻസ്, അതായത് യഹൂദന്മാർ ക്രിസ്ത്യാനികളായി മാറിയവർ ഇവിടെ ചെന്നു. ഗലേഷ്യ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടെ ക്രിസ്ത്യാനികളായ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്ത്യാനി ആവാൻ പറ്റുന്നേ? അബ്രഹാമിൻ്റെ സന്തതി ആയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്രിസ്ത്യാനി ആവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്തു? പൗലോസ് എവിടെ ഇരുന്നത് അറിഞ്ഞു. ഇവിടെ ഈ യഹൂദ ക്രിസ്ത്യാനികൾ അവിടെ ചെന്ന് ക്രിസ്ത്യാനികളോട് പറയുക, നിങ്ങൾ ക്രിസ്ത്യാനി ആകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അബ്രഹാമിൻ്റെ സന്തതിയാകണം. അതിനെന്ത് ചെയ്യണം? പരിച്ഛേദനയേക്കണം. അപ്പം ഇത് കേട്ടപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ ഓടി നടക്കുക. എന്തിന്? പരിച്ഛേദനയേക്കാൻ. ഇതാരറിഞ്ഞു? പൗലോസ് അറിഞ്ഞു. അപ്പം ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണ് ഏത് ലേഖനം? ഗലാത്യ ലേഖനം. അതുകൊണ്ടാണ് പൗലോസ് അതിൽ പറയുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ മുന്നിൽ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതായിരുന്നു. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസിൻ്റെ മെയിൻ പ്രോബ്ലം എന്താ? അവിടെ ഇങ്ങനൊരു വിഷയം നടക്കുന്നു. എന്ത്? പ്രവൃത്തിയാലൂടെ ഒരു നീതീകരണം ഉണ്ടെന്ന് പറയുമ്പം വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ, ഒരു പ്രവൃത്തിയും നീ ചെയ്യേണ്ടാണെന്ന് തെളിയിക്കാനാണ് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്. അപ്പോൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ എന്താ പ്രശ്നം? കൊരിന്ത് സഭയിൽ ഓൾറെഡി ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുക. കൊരിന്തിലെ പ്രശ്നങ്ങൾ ഒന്നും രണ്ടും ഒന്നും അല്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ 2-3 പക്ഷമായി. കുറച്ച് പേര് പൗലോസിൻ്റെ പക്ഷമായി, കുറച്ച് പേര് പത്രോസിൻ്റെ പക്ഷമായി, കുറച്ച് പേര് അപ്പല്ലോസിൻ്റെ പക്ഷമായി. അപ്പോൾ ഇവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇതൊക്കെ പറയാൻ ഈ പൗലോസ് ആരാ? പൗലോസിന് എവിടുന്ന് അപ്പോസ്തലത്വം കിട്ടിയേ? ഈ പ്രശ്നം എല്ലാം കൂടെ വന്നപ്പോൾ ഇവർക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് എന്ത്? കൊരിന്തിലെ ലേഖനം. അപ്പോൾ ഈ പ്രശ്നം ഉള്ളപ്പോൾ ഒരു ലേഖനം എഴുതുമ്പോൾ, ലേഖനം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് അന്നത്തെ ഒരു വലിയ കത്താണ്. അപ്പോൾ ഒരു കത്ത് എഴുതുമ്പോൾ ആ കത്തിലെ ആ പ്രശ്നമായിരിക്കും എന്ത് ചെയ്യുന്നത്? അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പം വേറെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫിലേമോൻ എഴുതുന്ന ലേഖനം, ഫിലേമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എഴുതുന്ന. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒനേസിമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലേമോൻ്റെ നേരത്തെ അടിമയായിട്ടിരുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് പരാമർശിക്കുന്നു. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ തീത്തോസ് എന്ന് പറയുന്ന വ്യക്തിയോട് പൗലോസ് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ റോമർക്ക് ലേഖനം എഴുതുമ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രത്യക്ഷത്തിലുള്ള എന്തില്ല? കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയ വിഷയമുണ്ട് അവിടെ. റോമിലെ സഭയ്ക്ക് ഒരു ചെറിയ വിഷയമുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനെപ്പറ്റി പറയാം. അതല്ലാതെ പൗലോസ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുപോലത്തെ വലിയ വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല, റോമിലെ സഭയ്ക്കില്ല.
അപ്പോൾ പൗലോസ് ഇത് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചത്തേക്ക് ഇവിടുന്ന് വാൻകൂറിന് പോയെന്ന് വിചാരിക്കും. അവിടെ ഇരുന്നിട്ട് അടുത്ത ആഴ്ച രാജിവെച്ചാനും അവിടെ വന്നു. അപ്പോൾ രാജിവെച്ചാൻ പറയാം സില്ല ഇവിടെ അപ്പുറത്തെ വീട്ടുകാരായിട്ട് ഭയങ്കര അടിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു കത്ത് എഴുതുമ്പോൾ എൻ്റെ കത്തിനകത്തുള്ള പ്രധാന കോണ്ടന്റ് എന്തായിരിക്കും? അപ്പുറത്തെ വീട്ടുകാരായിട്ടുള്ള അടിയൊക്കെ ആയിരിക്കും പ്രധാന പ്രശ്നം. നീ എന്തെങ്കിലും വഴക്കുണ്ടാക്കരുത്, അടി ഉണ്ടാക്കരുത്. നേരെ മറിച്ച് രാജിവെച്ചാൽ വന്നില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഒരു കത്ത് എഴുതുമ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇത് തന്നെയാണ് റോമാലേഖനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം പ്രത്യേകിച്ച് ഒരു ചെറിയ വിഷയമല്ലാതെ പൗലോസിന് അങ്ങനെ അവരെ പറ്റി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം പൗലോസ് എന്ത് ചെയ്യുകയാണ്? പൗലോസിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റേ തിയോളജിയുടെ ആഴത്തിലൊക്കെ ഇറങ്ങിച്ചെന്ന് പഠിച്ചാൽ പൊട്ടാത്ത സാധനങ്ങളൊക്കെ പൗലോസ് എന്ത് ചെയ്യുക? പുറത്തെടുക്കുക. അതാണ് എന്ത്? റോമർക്ക് എഴുതുന്ന ലേഖനം. ഈ റോമർക്ക് എഴുതുന്ന ലേഖനം പൗലോസ് എഴുതുന്ന എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ, പൗലോസ് 3 മിഷണറി യാത്ര നടത്തിയിട്ടുണ്ടല്ലേ. 1-ാം മിഷണറി യാത്ര, 2, 3-ാം മിഷണറി യാത്ര. 3-ാമത്തെ മിഷണറി യാത്ര നടത്തി പൗലോസ് കറങ്ങി തിരിഞ്ഞ് കൊരിന്തിൽ ചെന്നു. കൊരിന്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഫേബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരി എങ്ങോട്ട് പോകുന്നുണ്ട്? റോമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഇപ്പം ഇന്നത്തെ കാലത്തെ പോലെ കത്തയക്കുന്നൊന്നും അത്ര എളുപ്പമുള്ള മെത്തേഡുകളല്ലല്ലോ. അന്ന് റോമൻ പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു സാധനമൊക്കെ എഴുതുക എന്ന് പറയുമ്പോൾ കിലോ കണക്ക് ഭാരം ഉണ്ടാകും. ഇത് പാപ്രസിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോലിലോ ഒക്കെ എഴുതേണ്ടത്. അപ്പോൾ ഇത് ക്യാരി ചെയ്യുന്നതെന്നൊരു വലിയ പണിയാണ്. അപ്പോൾ ഫേബ എന്ന് പറഞ്ഞൊരു സഹോദരി എങ്ങോട്ട് പോകുന്നുണ്ട്? റോമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതിയ പുള്ളിക്കാരിടയിൽ കൊടുത്തുവിടാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? പൗലോസ് പെട്ടെന്നൊരു ലേഖനം എഴുതുക. ഇതിൻ്റെ പിന്നെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സ്പെയിനിൽ പോയിട്ട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണമെന്നൊരാഗ്രഹം പൗലോസിനുണ്ട്. എവിടെ പോകണം? യൂറോപ്പിലെ സ്പെയിനിൽ പോകണം. അപ്പോൾ സ്പെയിൻ ഏത് കഴിഞ്ഞിട്ടാണ്? റോം കഴിഞ്ഞിട്ടാണ് എന്ത്? സ്പെയിനിൽ. അപ്പോൾ പൗലോസ് സ്പെയിനിലോട്ട് പോകുമ്പം റോമിൽ കൂടെ പോകുമ്പം റോമിലെ ചർച്ചിൻ്റെ ഒരു സപ്പോർട്ട് ആർക്ക് വേണം? പൗലോസിന് വേണം. അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടാകുമ്പം പൗലോസ് ഓൾറെഡി എന്ത് ചെയ്യുക? റോമക്കാരുമായിട്ട് എന്ത് ചെയ്തുണ്ടാക്കി? ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിടുക. അല്ലാതെ റോമിലെ സഭയുമായിട്ട് പൗലോസിന് എന്തില്ല? ഒരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് പൗലോസ് ഓൾറെഡി ഒരു കത്ത് അയച്ച് ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിടുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതുവഴി വരുമ്പം സ്പെയിനിൽ പോകാൻ വേണ്ടി റോമിൽ കൂടെ വരുമ്പം നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ബന്ധം കൂടെ സ്ഥാപിക്കുന്നുണ്ട്. എന്തിൽ കൂടി? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടി. ഈ റോമാലേഖനത്തെ പറ്റി നമ്മൾ പറയുമ്പം റോമാലേഖനം അറിയാമല്ലോ, മൊത്തം 16 അധ്യായങ്ങളാണ്. ഈ 16 അധ്യായങ്ങളിൽ ആദ്യത്തെ 1 തൊട്ട് 11-ാമത്തെ അധ്യായം വരെ എന്താണ്? ഡോക്ട്രിൻസ് ആണ്. അതായത് ഉപദേശങ്ങൾ അങ്ങ് കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ് പൗലോസ്. നമ്മൾ തുടങ്ങുന്നതേ ഡോക്ട്രിൻ ഓഫ് ഗോഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഡോക്ട്രിൻ ഓഫ് സാൽവേഷനിലോട്ട് കയറുന്നു. ഉപദേശങ്ങളുടെ ചാകരയാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. 12 മുതൽ 16 വരെയുള്ളത് പ്രാക്ടിക്കലി ഈ പഠിച്ച ഡോക്ട്രിൻസിനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ എങ്ങനെ കാണിക്കാം, എങ്ങനെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയാണെന്നാണ് 12 മുതൽ 16 വരെ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, റോമിലുള്ളവർക്കാണ് എന്ത്? പൗലോസാണ് ഇത് എഴുതുന്നത്. റോമിലുള്ളവർക്കാണ് എഴുതുന്നത്. പൗലോസ് എഴുതുന്നത് ഏതാണ്ട് AD 50, 55, 56 കാലഘട്ടങ്ങളിലാണ് പൗലോസ് ഇത് എഴുതുന്നത്. അപ്പം റോമിൽ എങ്ങനെ സഭയുണ്ടായി എന്നത് ഇന്നും അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഒരു മേഖലയാണ്. ഇതിനെപ്പറ്റി ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാദം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഗലേഷ്യ സഭ ഉണ്ടാക്കിയതാരാ? പൗലോസ് പോയി അല്ലേ. പൗലോസ് ഗലേഷ്യ പോയി മിനിസ്ട്രി ചെയ്യുമ്പോൾ അവിടെ പൗലോസിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ തിമോത്തിയോസിനെ പോലെ, തീത്തോസിനെ പോലുള്ളവരൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ റോമിൽ ഇങ്ങനെ ആരും പ്ലാൻ ചെയ്തതല്ല റോമിലെ ചർച്ച്. ഈ റോമിലെ ചർച്ചിനെ പറ്റി പറയുമ്പം പെന്തക്കോസ്ത് നാൾ വന്നപ്പം എന്ത് സംഭവിച്ചു? മർക്കോസിൻ്റെ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പം അവിടെ ജൂയിഷ് ഡയസ്പോര, കാരണം എന്ത് നടക്കുക? അവിടെ പെരുന്നാൾ നടക്കുക. ഷവോത്ത് എന്ന് പറയുന്ന പെരുന്നാൾ നടക്കുമ്പം യഹൂദന്മാരായിട്ടുള്ളവർ ഡയസ്പോര ജ്യൂസ് എന്ന് പറയും. അതായത് യഹൂദരാണ്, പക്ഷെ അവർ താമസിക്കുന്ന ഇവിടെ അല്ല, യെരുശലേമിലല്ല, മറ്റു പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവരെല്ലാവരും എവിടെ വന്നിട്ടുണ്ട്? പെരുന്നാൾ കൂടാൻ യെരുശലേമിൽ വന്നിട്ടുണ്ട്. അപ്പം അവിടെ എവിടുത്തുകാരും ഉണ്ടായിരുന്നു, റോമിലുള്ള യഹൂദന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പെന്തിക്കോസ്ത് നാൾ നടന്നപ്പം അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ട് ഇവർക്ക് വിശ്വാസമായി. ഇവരെന്ത് ചെയ്തു? ക്രിസ്ത്യാനികളായി മാറിയ ആളുകളാണ് ആര്? റോമിലെ ആളുകൾ. ഇവർ തിരിച്ച് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഇവരുടെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവർ നോക്കി, ഇവർ ക്രിസ്ത്യാനികളായതിന് പിന്നിൽ മറ്റൊരു പ്രേരണയുമില്ല. അതായത് കഷ്ടം വന്നതുകൊണ്ട് ഇവർ ക്രിസ്ത്യാനികളായവരല്ല. ഒരു പ്രോബ്ലം വന്നിട്ട് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയതുകൊണ്ട് ക്രിസ്ത്യാനികളായവരല്ല ആര്?
റോമിലെ സഭക്കാർ. അവർ പ്യൂർലി അവർ കണ്ടു, അവരതിൽ വിശ്വസിച്ചു. അവരുടെ വിശ്വാസം ഹേതുവായിട്ട് അവരുണ്ടാക്കിയ ഒരു ചർച്ചാണ് എന്ത്? റോമിലെ സഭ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? ദൈവത്തോടും ദൈവവചനത്തോടും ഒക്കെ ആ ഒരു എരിവുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഡോക്ടറിലെ കടുപ്പമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അവരോട് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ലാംഗ്വേജിലും നല്ല ഡോക്ടറിനൽ ട്രൂത്ത്സും ഒക്കെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ റോമിൽ ഓൾറെഡി ആരും പോയി സ്ഥാപിച്ചതല്ല. റോമിലെ ആളുകൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അവർ സഭ സ്ഥാപിച്ചു. അവരിങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇനി ചെറിയൊരു വിഷയം നടന്നെന്ന് പറഞ്ഞല്ലേ. ഈ വിഷയം എന്ന് പറഞ്ഞാൽ AD 33, 34 കാലഘട്ടങ്ങളിലാണല്ലോ. അതെ, 30 മുതൽ കൃത്യമായിട്ട് നമുക്കൊരു ഡേറ്റ് പറയാൻ പറ്റില്ല. AD 33 എന്ന് പറഞ്ഞാൽ നമുക്കത് ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നമുക്കിപ്പം 33 അങ്ങെടുക്കാം. AD 33 യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ ഇനി ഓൺലൈനിലാണെങ്കിലും കേൾക്കുന്നവർ ഇതിൻ്റെ ആക്യുറസി ചോദ്യം ചെയ്യരുത്. നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ ഡേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. 33 എന്നൊരു ഉദാഹരണത്തിന് പറയാം. അപ്പം AD 33 എന്ത് ചെയ്യുന്നു? പെന്തക്കോസ്ത് നാളിൽ ഇവർ വിശ്വസിക്കുന്നു, ഇവർ ക്രിസ്ത്യാനികളാകുന്നു. യഹൂദന്മാർ തിരിച്ച് എവിടെ ചെല്ലുന്നു? റോമിൽ ചെല്ലുന്നു. അവർ സഭ സ്ഥാപിക്കുന്നു. അവരവരുടെ മിനിസ്ട്രി അവിടുത്തെ ജാതികളുടെ ഇടയിലോട്ട് വിപുലീകരിക്കുന്നു. ഒരുപാട് ജാതികൾ എന്ത് ചെയ്യുന്നു? ക്രിസ്ത്യാനികളാകുന്നു. അപ്പോൾ അങ്ങനെ റോമിലെ സഭയിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? യഹൂദന്മാരും ഉണ്ട്, ജാതികളും ഉണ്ട്. ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം AD 49 റോമിലെ ക്ലോഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോമൻ രാജാവ് ഭരിക്കാൻ വന്നു. അപ്പോൾ ആ സമയത്ത് റോമൻ നഗരത്തിന് തീ പിടിക്കുകയും ഒരു വലിയ സംഭവമൊക്കെ നടന്നിട്ട് യഹൂദന്മാരാണ് തീ ഇട്ടതെന്നുള്ള യഹൂദ വിരോധം കൊണ്ട് ഒരു വലിയ എന്താ പറയണ്ട ഒരു വാർത്ത പുറപ്പെടുകയും ഈ ക്ലോഡിയസ് എന്ന് പറയുന്ന രാജാവ് പറഞ്ഞു എല്ലാ യഹൂദനും റോം വിട്ട് എന്ത് ചെയ്യണം? പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ AD 49 എന്ത് സംഭവിച്ചു? ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ചർച്ചാണ്. ചർച്ചിൽ ആരൊക്കെയുണ്ട്? യഹൂദനും ഉണ്ട്, യവനനും ഉണ്ട്. യവനൻ എന്ന് പറയുമ്പം എല്ലാ ജാതികളും കൂട്ടിക്കോ. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ചർച്ചിൽ പെട്ടെന്ന് പറയുകയാണ് എല്ലാ യഹൂദന്മാരും റോം വിട്ട് പോകണമെന്ന് രാജാവ് ഒരു ഉത്തരവ് ഇറക്കുക. അപ്പോൾ യഹൂദന്മാരെല്ലാം എന്ത് ചെയ്തു? റോമിൽ നിന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഇപ്പം സഭയ്ക്കകത്ത് ആര് മാത്രമേ ഉള്ളൂ? ജാതികൾ മാത്രമേ ഉള്ളൂ. കുറേ കാലം ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഈ ക്ലോഡിയസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞപ്പം ഈ ഇട്ടിട്ട് പോയ യഹൂദന്മാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ ഒരു AD 55, 56 ആയപ്പോഴത്തേക്ക് ഈ പോയ യഹൂദന്മാരൊക്കെ ഇവിടെ വന്നു, തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും സഭ ഇപ്പോഴും ഉണ്ട്. പക്ഷേ യഹൂദന്മാർ പോയപ്പം ജാതികൾ എന്ത് ചെയ്തു? അവർ സഭ മുന്നോട്ട് കൊണ്ടുപോയി. അവരിപ്പം വലിയ ടീമായി മാറി. അപ്പോൾ ഇപ്പോൾ യഹൂദന്മാർ വന്നപ്പം ഈ യഹൂദന്മാർക്ക് ആ സഭയ്ക്കകത്തൊരു പരിഗണനയ്ക്ക് എന്തുണ്ടായി? ഒരു കുറവുണ്ടായി. അപ്പോൾ ഇവരൊരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇവിടുത്തെ ജാതികൾ ഇത്ര നാളും ഇല്ലായിരുന്നല്ലോ, എവിടുന്ന് വന്നടാവും ഈ യഹൂദൻ എന്നുള്ള ഒരു ചോദ്യമൊക്കെ വന്നു. യഹൂദൻ എന്തെങ്കിലും വിശേഷതയുണ്ടോ അല്ലേ? ഇതേ ചോദ്യമൊക്കെ എന്തുണ്ടെന്ന് റോമാലേഖനത്തിൽ പൗലോസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആയാൽ യഹൂദൻ എന്ത് വിശേഷത? അപ്പോൾ നോക്കി സഭയ്ക്ക് ചെറിയൊരു കോൺഫ്ലിക്റ്റ് വന്നു. ഇപ്പോൾ പോയി യഹൂദൻ എന്ത് പെട്ടെന്ന് വന്നത്? അവർക്ക് എന്താണെന്നുള്ള പ്രത്യേകതയുണ്ടോ? യഹൂദൻ എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ കോൺഫ്ലിക്റ്റ് സഭയ്ക്കകത്ത് വന്നു. കൊരിന്തിലെ സഭയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ. ഇതിനൊന്നും ഒരു പ്രശ്നമൊന്നും പറയാനേ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ രണ്ട് കൂട്ടർക്കിടയിൽ ഒരു ചെറിയ സംസാരം ഉണ്ടായി. അപ്പോൾ ഈ പ്രശ്നം കൂടെ പൗലോസ് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ആക്ച്വലി റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറഞ്ഞിട്ട് വളരെ തെറ്റായിട്ടുള്ള ഒരു തിയോളജി ഇന്നും പ്രത്യേകിച്ച് കേരളത്തിലെ പെന്തിക്കോസ്തുകാരുടെ ഇടയിലൊക്കെ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു തിയോളജിയാണ്. അതായത് യഹൂദനെ ദൈവം എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. നമ്മളെന്താണ്? പുതിയ നിയമ ഇസ്രായേലാണെന്നുള്ളൊരു പഠിപ്പിലുണ്ട്. അങ്ങനെ ഒരു പദം ബൈബിളിലേ ഇല്ല. പുതിയ നിയമ ഇസ്രായേൽ എന്നൊരു പദം എന്തില്ല? ബൈബിളിൽ ഇല്ല. ഇസ്രായേൽ അവിടെ തന്നെ ഉണ്ട്. ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ദാനിയേലിൻ്റെ സ്വപ്നത്തിലെ 70 വീക്സ് ഓഫ് ദാനിയേലിലെ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. ഇനി ഒരു ആഴ്ചവട്ടം അവർക്ക് എന്തുണ്ട്? ബാലൻസ് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മൂഡ് മാറ്റി ഒരു കൃപായുഗം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ റീപ്ലേസ്മെൻറ്റ് തിയോളജി ഒന്നും എന്ത് ചെയ്യരുത്, ആരും പറയരുത്. റോമാലേഖനം കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഖണ്ഡിച്ച് കളയുന്നുണ്ട്. യഹൂദന് പ്രത്യേകത ഉണ്ടെന്നും അവരിൽ കൂടിയാണ് എന്ത് വന്നത്? ന്യായപ്രമാണം വന്നതെന്നും അവരിൽ കൂടിയാണ് മശിഹ വന്നതെന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എണ്ണി പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റോമാലേഖനം എഴുതുമ്പം ഈ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിനെ പൗലോസ് അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി റോമാലേഖനം നമ്മൾ വായിക്കുമ്പം പൗലോസ് എഴുതിയെന്ന് പറയുമ്പോൾ തന്നെ
പൗലോസ് സ്വന്തം കൈയാൽ എഴുതിയ ലേഖനങ്ങളുണ്ട്. പൗലോസിന് കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പൗലോസ് എഴുതുമ്പോൾ വലിയ ലെറ്ററിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇത്ര വലിയ അക്ഷരത്തിൽ ഞാൻ എൻ്റെ സ്വന്തം കൈയാൽ എഴുതിയ ലേഖനം എന്ന് പറയുന്നുണ്ട്. പക്ഷേ റോമാലേഖനം ഒന്നും പൗലോസ് സ്വന്തം കൈയാൽ എഴുതുന്നതല്ല, പൗലോസിൻ്റെ കൂടെ സ്ക്രൈബ്സ് ഉണ്ട് എപ്പോഴും. അപ്പം പൗലോസ് പറയും, അവരെന്ത് ചെയ്യും, കേട്ടിട്ട് എഴുതും. അല്ലെങ്കിൽ പൗലോസിൻ്റെ ഒരു ഓവറോൾ ഐഡിയോളജി പൗലോസ് പറയും, അവരതിനെ ഒരു ലാംഗ്വേജിലാക്കി മാറ്റും. ഈ റോമാലേഖനം ഇത്രയും ഇച്ചിരി കട്ടിയുള്ള ലാംഗ്വേജ് ആകാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, റോം എന്ന് പറഞ്ഞ അന്നത്തെ ഒരു വാനിറ്റി സെൻ്ററാണ്. കാരണം റോമാണ് അന്ന് എന്ത് ചെയ്യുന്നത്, ലോകം ഭരിക്കുന്നത് റോമാണ്. അപ്പോൾ അവരെന്താ ഭയങ്കര പവർഫുൾ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്ന പോലത്തെ ഒരു പവറാണ് അന്നത്തെ എന്ത് റോമിന്. അപ്പം തന്നെ ഈ ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട് റോമിൽ. അതായത് റോമിന് മുമ്പ് ലോകം നിറഞ്ഞു നിന്നിരുന്ന വലിയ ശക്തി ആരായിരുന്നു? അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് ആയിരുന്നു. അലക്സാണ്ടർ മരിച്ചു. അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷം മറ്റേ ദാനിയേൽ കണ്ട സ്വപ്നത്തിലെ പോലെ അലക്സാണ്ടറിൻ്റെ 4, അതായത് സെലൂക്കസ്, ടോളമിമാർ, കസാൻഡർ, പിന്നെ ആരായിരുന്നു? കസാൻഡർ ഒരാളോട് ഉണ്ടായിരുന്നു, ലെസിമാക്കസ്. ഈ 4 പേര് എന്ത് ചെയ്യുന്നു? അലക്സാണ്ടറിൻ്റെ രാജ്യം വിഭജിച്ചെടുക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അന്നത്തെ നോൺ വേൾഡിൽ, അതായത് മുകളിൽ യൂറോപ്പ് തൊട്ട് ഇങ്ങ് താഴെ ഇങ്ങേ അറ്റം ആഫ്രിക്ക, ഏഷ്യ, അതായത് ഇന്ത്യയുടെ അതിര് വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുക. അപ്പോൾ ഇവർ പോയ സ്ഥലത്തെല്ലാം ഈ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നീട് റോമക്കാർ വന്ന് റോം കേന്ദ്രീകരിച്ച് ഭരണമൊക്കെ സ്ഥാപിച്ചപ്പോഴും ഇതിൻ്റെ ഒരു വാനിറ്റി സെൻറ്റർ എവിടെയാണ്? റോമിലാണ്. അപ്പം ഗ്രീക്ക് അറിയാമല്ലോ, തത്വചിന്തയുടെ ഒക്കെ ഉസ്താദുമാരുള്ള സ്ഥലമായിരുന്നു അല്ലേ. അരിസ്റ്റോട്ടലിനെ പോലെ, സോക്രട്ടീസിനെ പോലൊക്കെ തത്വചിന്ത പറയുന്ന ഏറ്റവും വലിയ ചിന്തകന്മാർ, യവനന്മാരെ ഫേമസ് അവരുടെ ചിന്തകളാണ്. അപ്പോൾ ഈ ചിന്തയുടെ ഒരു ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടാവും? സ്വാഭാവികമായിട്ട് അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകൾ ഇത് സ്ഥിരം കേട്ട് 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 ഇവരെന്താണ്, ഇവരുടെ മൈൻഡിൽ ഇങ്ങനത്തെ വാദപ്രതിവാദങ്ങളും ഇങ്ങനത്തെ ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസിലുള്ള തിയോളജിയും ഒക്കെ ഇവിടെ ഉണ്ട്, ഇവരുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം കേരളത്തിൽ ഇപ്പോൾ അട്ടപ്പാടിയിലൊരു സഭയുണ്ട്. അപ്പം ഞാൻ അവർക്കൊരു ലെറ്റർ എഴുതുകയും, അല്ലെ അമേരിക്കയിലെ ഡാളസിലുള്ള ഒരു ചർച്ചിന് ഒരു ലെറ്റർ എഴുതുകയും ചെയ്യുമ്പോൾ ആ 2 ലാംഗ്വേജിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ടാവും അല്ലേ. കാരണം ഒരു കൂട്ടർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അനുസരിച്ചിട്ടാണല്ലോ എഴുതുന്ന ആൾ സെയിം ആണെങ്കിലും നമ്മൾ ആരെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിട്ട് അതിൻ്റെ കോണ്ടന്റിലും അതിൻ്റെ ആ ശൈലിയിലൊക്കെ എന്ത് ചെയ്യും, മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ റോമാലേഖനത്തിൽ പൗലോസ് വേറെ ഒരു ലേഖനത്തിലും ഉപയോഗിക്കാത്ത ഒരു റൈറ്റിംഗ് ടെക്നിക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പഠിക്കാതെ, ആ ടെക്നിക്ക് മനസ്സിലാക്കാതെ റോമാലേഖനം മനസ്സിലാക്കുക എന്നത് വളരെ പാടാണ്. പലപ്പോഴും നമ്മൾ ആ ടെക്നിക്ക് വിട്ടിട്ട് റോമാലേഖനത്തെ കാണുന്നത് കൊണ്ടാണ്. ഈ റൈറ്റിംഗ് ടെക്നിക്ക് പൗലോസ് ഉണ്ടാക്കിയതല്ല, ഇത് ശരിക്കും ഗ്രീക്കിലുണ്ടായ ഒരു ടെക്നിക്കാണ്. ഡയാട്രിബെ എന്നാണ് ഈ മെത്തേഡിനെ പറയുന്നത്. ഡയാട്രിബെ എന്ന് പറഞ്ഞാൽ, ഈ ഗ്രീക്ക് ഞാൻ പറഞ്ഞല്ലോ തത്വചിന്തകന്മാരുടെ നാടാണ്. അപ്പോൾ അവിടെ ഈ എപ്പോഴും ഈ അരയോപക കുന്നിലൊക്കെ പൗലോസ് പോയി സംസാരിക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാം. ഈ അരയോപക കുന്നെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കോൺസെപ്റ്റിൽ ഓപ്പൺ മൈക്ക് എന്ന് പറയത്തില്ലേ, അതായത് ഓപ്പൺ മൈക്ക് കോൺസെർട്സ് ഒക്കെ ഇല്ലേ, നമുക്ക് കഫേയിലൊക്കെ ആൾക്കാർ വന്നിട്ട് ആർക്കും വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് എക്സാക്ട്ലി സ്പീക്കേഴ്സ് കോർണർ. അപ്പോൾ അരയോപക കുന്ന് അന്നത്തെ ഫേമസാണ്. ഇതേപോലെ എല്ലാ ദിവസവും ആൾക്കാർ വന്നിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്ന സ്ഥലമാണ്. അവിടാണ് പൗലോസൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്, മറ്റേ ഏതൻസിൽ പോയിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2 ആശയങ്ങൾ വരുമ്പോൾ ഈ 2 ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഒരാൾ എഴുതുന്ന ഒരു മെത്തേഡാണ്, ഗ്രീക്കിൽ ഉടലെടുത്തൊരു മെത്തേഡാണ് ഡയാട്രിബെ എന്ന് പറയാം. ഡയാട്രിബെ, ഡയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ 2. അവൻ 2 ഐഡിയോളജി ഒരേ സമയം ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡയാട്രിബെ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. എൻ്റെ കൗണ്ടർ പാർട്ടി പറയുന്ന ആർഗ്യുമെന്റ്സ് എന്താണെന്ന് ഫസ്റ്റ് പാർട്ടി ആയിട്ട്, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആവും, ഞാൻ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ കൗണ്ടർ പാർട്ടി പറയുന്ന ആർഗ്യുമെന്റ് എന്താണെന്ന് ഫസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഞാൻ പ്രൂവ് ചെയ്യുക ആദ്യം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, അതിനെ ഖണ്ഡിക്കുക. ഈ മെത്തേഡിനെയാണ് ഡയാട്രിബെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനിപ്പോൾ പറയാൻ പോകും യേശു ദൈവമാണെന്ന് ഞാൻ പറയാം. അപ്പോൾ എനിക്കറിയാം സനോയ് പറയാൻ പോകുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി എനിക്കറിയാം. യേശു ദൈവമാണെന്ന് ബൈബിളിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു സ്വയം പറഞ്ഞിട്ടുണ്ടോ ദൈവമാണെന്ന്? യേശു ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? യേശു ദൈവമാണെങ്കിൽ എന്തിനാ കരഞ്ഞത്? അപ്പോൾ എനിക്കറിയാം സനോയ് എൻ്റെ കൗണ്ടർ പാർട്ടി പറയാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ആദ്യമേ സനോയ് പറയുന്ന പോയിന്റ്സിനെ എല്ലാം ഞാൻ അങ്ങ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക.
മനസ്സിലായോ? ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ സനോയി എങ്ങനെ അതിനെ പ്രൂവ് ചെയ്യുമോ അതിൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് അവൻ്റെ ആശയത്തെ അങ്ങ് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്ത് വെച്ചിട്ട് ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യുക, കണ്ടിക്കുക. അപ്പം ഇത് വായിക്കുന്ന ഒരാൾക്ക് ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നവന് പോലും എന്ത് ചെയ്യരുത്, ഈ വെക്കുന്ന ഉപദേശങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലത്തെ അത്ര അരക്കിട്ടുറപ്പിക്കുന്ന ഒരു എഴുത്ത് ശൈലിയാണ് ഡയാട്രിബേ. അതുകൊണ്ടാണ് പൗലോസ് പലയിടത്ത് എഴുതിക്കൊണ്ട് നിർത്തിയിട്ട് ആകയാൽ കൃപ വരികേണ്ടതിന് പാപം ചെയ്യണമെന്നോ. കാരണം മേളിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന അങ്ങനത്തെ ഒരു ചോദ്യത്തിലാണ്. മേളിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് വരെ വായിച്ച് തീർക്കുകയാണെങ്കിൽ അപ്പൊ സുഖമായല്ലോ, കൃപ വരികേണ്ടതിന് എന്ത് ചെയ്യാം, പാപം ചെയ്യാം. എന്നിട്ട് പൗലോസ് താഴെ പറയാവാ, അങ്ങനെയാണോ, ആകയാൽ കൃപ വരികേണ്ടതിന് പാപം ചെയ്യണമെന്നോ ഒരു നാൾ വരുത്. ഇനി അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്ത് ചെയ്യുക, താഴോട്ട് എഴുതുക. അപ്പൊ അതുകൊണ്ട് റോമാലേഖനം എപ്പോഴും നമ്മളാ മേളത്തെയും താഴത്തെയും പാസേജുകളെ ഒന്നും എടുക്കാതെ ഇടയ്ക്കുന്നൊരു വാക്യം എടുത്താൽ ഇതെന്താണ്, ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇത് ഏത് പേഴ്സ്പെക്റ്റീവിൽ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് എന്തില്ല, നമുക്കറിയത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ റോമാലേഖനത്തിലല്ലേ വാക്യമുള്ളേ, സകലവും നന്മയ്ക്കായി പലപ്പോഴും നമ്മുടെ ആളുകൾ അതിനെ കാണുന്നത് തെറ്റായ രീതിയിലാണ്. പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഇവിടെ മേളില് നീതീകരണത്തെ പറ്റി പൗലോസ് പറഞ്ഞിട്ട് പറയുക, അങ്ങനെ നമ്മളെ നീതീകരിച്ച കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ച് തേജസ്കരിക്കാനും കേപ്പബിൾ ആണെന്ന് പറയുന്നിടത്താണ് പറയുന്നത് എന്ത്, ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെ എടുക്കുന്നത് എന്താണ്, ആ ഒരു വാക്യത്തെ മാത്രം ഇങ്ങനെ അടർത്തി മാറ്റിയിട്ട് എന്തായിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പ്രോസ്പെരിറ്റിയുടെ തരത്തിലാണ് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡയാട്രിബേ മെത്തേഡിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്തെടുത്തെങ്കിലേ റോമാലേഖനത്തിൻ്റെ ആഴങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഡയാട്രിബേ എന്നുള്ള മെത്തേഡ് എന്താണെന്നും അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ശൈലിയും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടത്. നമ്മളത് പഠിക്കുമ്പോൾ റോമാലേഖനം നമ്മൾ ഓരോ വാക്യം ബൈ വാക്യം നമ്മൾ അതിൽ കൂടി ഇങ്ങനെ പോകും. അപ്പോൾ ഓരോ വാക്യത്തിൻ്റെ പിന്നിലും ആ മെത്തേഡ്, ആ മെത്തഡോളജി, റൈറ്റിംഗ് മെത്തഡോളജി ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കാണും. പിന്നെ റോമാലേഖനം എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിഫോർമേഷൻ പോലത്തെ ഏറ്റവും ശക്തമായ മൂവ്മെൻറ്റുകൾ ക്രിസ്തീയ സഭയ്ക്കുണ്ടാവാൻ കാരണം റോമാലേഖനമാണ്. മാർട്ടിൻ ലൂതർ കിങ് റോമാലേഖനം വായിച്ചിട്ടാണ് എന്ത് ചെയ്തത്, റിഫോർമേറ്റീവ് മൈൻഡ് മാർട്ടിൻ ലൂതർ കിങ്ങിന് ഉണ്ടാകുന്നത്. എക്സാക്ട്ലി. പിന്നെ സെന്റ് ആന്റണിയെ പോലുള്ളവര്, സെന്റ് അഗസ്റ്റീനെ പോലുള്ളവര് റോമാലേഖനം വായിച്ചിട്ടാണ് ഈ സെന്റ് അഗസ്റ്റീനെ പറ്റി പിന്നീട് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലും പുള്ളി പറഞ്ഞ തിയോളജിയെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും സെന്റ് അഗസ്റ്റീനെ പറ്റി പറയുമ്പോൾ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, സെന്റ് അഗസ്റ്റീൻ ഈ വളരെ പാവങ്ങൾ നിറഞ്ഞിങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങളിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി റോമാലേഖനം വായിച്ച് റോമാലേഖനം പഠിച്ച് പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞിട്ട് സെന്റ് അഗസ്റ്റീൻ ഒരിക്കൽ ഒരു റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പം, പണ്ട് സെന്റ് അഗസ്റ്റീൻ ഇങ്ങനെ തെറ്റായ മാർഗങ്ങളിലൊക്കെ നടന്നപ്പം കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ സെന്റ് അഗസ്റ്റീനെ ഇങ്ങനെ വിളിച്ചിട്ട്, സെന്റ് അഗസ്റ്റീൻ എന്ന് വിളിച്ചിട്ട് പുള്ളി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ച് പുള്ളിക്ക് ഇനി മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അഗസ്റ്റീൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഹേ അഗസ്റ്റീൻ, ഇറ്റ്സ് മീ, ഇറ്റ്സ് ഓൾഡ്, നീ ഓർക്കുന്നില്ല, പഴയ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പം അഗസ്റ്റീൻ പറഞ്ഞു, നീ പഴയ ഇന്ന ആളായിരിക്കാം, പക്ഷേ ഞാൻ പഴയ അഗസ്റ്റീൻ അല്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പവർഫുള്ളാണ് റോമാലേഖനം. റോമാലേഖനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബൈബിളിൻ്റെ കാതൽ ഇങ്ങനെ അരക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. അതിൻ്റെ അകത്തിൽ കംപ്ലീറ്റ്, അതായത് എവല്യൂഷൻ തൊട്ട് മനുഷ്യൻ്റെ, അതായത് ആദ്യത്തെ ആദാമിൽ നിന്നുണ്ടായ എവല്യൂഷൻ തൊട്ട് മനുഷ്യൻ്റെ വീഴ്ചയും അതിൽ നിന്നുണ്ടായ വീണ്ടെടുപ്പും അതിലുണ്ടാവുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ഡയാട്രിബൽ കൗണ്ടർ പാർട്ടിക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങളും എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നത്. അപ്പം റോമർക്ക് എഴുതുന്ന ലേഖനം നമ്മൾ പഠിക്കുമ്പം ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിശ്വാസമുള്ള നീതീകരണം എന്താണെന്നും അതിൻ്റെ ആഴങ്ങളും റോമാലേഖനത്തിൻ്റെ എന്താ പറയുക കാതലും ഒക്കെ അറിയാവുന്നവരാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിതൊരു ബ്രഷപ്പ് പോലെ ഒന്നുകൂടി ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഇത് മനസ്സിലാക്കുക എന്നതാണ്. പിന്നെ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ലിറ്ററലി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് റോമാലേഖനം. നമ്മളിത് വെറുതെ ഉള്ളൊരു ക്രിസ്ത്യൻ ലൈഫിൽ നിന്നും മാറ്റി നമ്മുടെ ട്രാക്കിനെ മാറ്റി വിടുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു
ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. ഒരിക്കലും ഒരു സ്ഥലത്ത് ഇതുപോലെ റോമാലേഖനത്തിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭയങ്കര എന്താ പറയുക ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു, എന്താ പറയുക അവരുടെ പ്രാർത്ഥനയുടെ ശൈലി മാറി, ഭയങ്കര എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം എക്സാക്ട്ലി ഇതാ സംഭവിക്കേണ്ടത്. എന്ത് റോമാലേഖനം പഠിച്ചാൽ അടിമുടി നമ്മൾ എന്ത് ചെയ്യും, മാറും. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു കൊടും ദുരുപദേശം ഒരാൾ വന്ന് പ്രസംഗിച്ചപ്പോഴും ഇതേ ആളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അടിപൊളിയായിരുന്നു ഇന്നത്തെ മെസ്സേജ്, എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മൂവ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചിട്ട് 2 ആഴ്ച മുമ്പ് റോമാലേഖനം പഠിച്ചിട്ട് ഇവർക്കുണ്ടായ മാറ്റമൊക്കെ എവിടെ പോയി എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ റോമാലേഖനം പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉപദേശങ്ങളെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഉപദേശങ്ങൾ പഠിച്ച ഒരാൾക്ക് ഒരു കൗണ്ടർ ഉപദേശം കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റോമാലേഖനം ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ, ലൈഫ് ട്രാൻസ്ഫോം ആയി എന്ന് പറയുമ്പോൾ, അറ്റ് ദ സെയിം ടൈം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഉപദേശം കേട്ടാൽ എന്ത് പറ്റണം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പം നമ്മളുടെ ഇത് പഠിച്ച് തീരുമ്പം ഇത് നമ്മളങ്ങനെ വലിച്ച് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് ചരിത്രമൊന്നും പറഞ്ഞ് പഠിക്കാൻ അങ്ങനെ ഒരു സാധനം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തിയോളജിക്കൽ പാർട്ട്, ഡോക്ടറിനൽ പാർട്ട് നമുക്ക് വേണ്ടതിനെ എടുത്ത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന് മാറ്റം ഉണ്ടാകുന്ന ഒരു പെർസ്പെക്റ്റീവിൽ ഇത് പഠിക്കണം. നമുക്ക് പല രീതിയിൽ ഒരു സാധനത്തെ പഠിക്കാമല്ലോ. ഇപ്പോൾ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റൽ ബാക്ക്ഗ്രൗണ്ട്, ജോഗ്രഫിക്കൽ സാധനമൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിച്ചു പോകാം. അങ്ങനെയൊന്നും ഇറങ്ങാതെ ഒരു ഡോക്ടറൽ പെർസ്പെക്റ്റീവിൽ ഇതിനെ പഠിച്ച് നമ്മുടെ ലൈഫിൻ്റെ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കുന്നത് ചെയ്ത് പഠിക്കണം. അപ്പം 2 ഉദ്ദേശങ്ങളാണ് നമുക്ക് റോമാലേഖനം പഠിച്ച് തീരുമ്പോൾ ഉണ്ടാകേണ്ടത്. ഒന്ന്, നമ്മുടെ എല്ലാവരുടെ ലൈഫ് എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ആകണം. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. നമുക്ക് ഞാനീ പറഞ്ഞ പോലെ ഇതൊരു ഡയാട്രിബ മെത്തേഡിൽ എഴുതിയേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടുകളും കാര്യങ്ങളും മാത്രമല്ല, ഇതിൻ്റെ ഒരു കൗണ്ടർ ആസ്പെക്റ്റും നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യും, മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ദുരുപദേശങ്ങളെ മനസ്സിലാക്കാൻ എന്താണ് റോമാലേഖനം ഉള്ളിലുള്ള ഒരാൾക്ക് ഈസിയാണ്. 2, നമ്മളെല്ലാവരും ഇത് പഠിപ്പിക്കാൻ എന്തായിരിക്കണം, പ്രാപ്തരാണ്. ഇപ്പം നാളെ നമുക്ക് ഒരു 15 പേരുടെ ഇവിടെ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പക്ഷേ ഒന്നുകൂടെ നമ്മൾ റോമാലേഖനം എന്ത് ചെയ്യണം, എടുക്കേണ്ടി വരും. ഇപ്പോൾ രാജിവെച്ചാൻ ഓൾറെഡി റീസെൻ്റ്ലി രാജിവെച്ചാൻ റോമാലേഖനം പഠിപ്പിച്ചതാണ്. ഇപ്പം ഞാനിത് ചെയ്യുന്നു, നാളെ ഒന്നുകൂടി ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇത് ഞാനല്ല ചെയ്യേണ്ടത്, നമ്മുടെ കൂട്ടത്തിലുള്ള നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ എന്തായിരിക്കണം, പ്രാപ്തരായിരിക്കണം. 3-4 വട്ടം അവർ വീണ്ടും ചെയ്യും. കാരണം യെസ് ഒന്ന് ഇത് ബ്രഷപ്പ് ചെയ്യാൻ നല്ലതാണ്. 2 ആളുകൾ മാറുമ്പോൾ ഈ പറയുന്ന പോലെ ചെയ്യാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം. അപ്പം ഇത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും നാളെ ഒരാവശ്യം വന്നാൽ എന്നല്ല, ഇത് 3ാമതൊരാളെ പഠിപ്പിക്കാൻ പ്രാപ്തരായി വേണം നമ്മളെല്ലാവരും എന്ത് ചെയ്യാൻ. ഇത് തീരുമ്പം ഒന്ന് നമ്മൾ ട്രാൻസ്ഫോം ആയിരിക്കണം, നമ്മൾ മറ്റൊരാളെ ട്രാൻസ്ഫോം ആക്കാൻ ഇതിൽ നമ്മൾ എന്തായിരിക്കണം, പ്രാപ്തരായിരിക്കണം. അപ്പം ഇത് ഞാൻ പറഞ്ഞാൽ ഇന്ന് നമ്മൾ റോമാലേഖനത്തിലോട്ട് കടക്കുന്നില്ല. ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റോമർ ആരെഴുതി, ആർക്ക് വേണ്ടി എഴുതി, അതിൻ്റെ ഒരു കാരണം എന്താണെന്നും പുള്ളി യൂസ് ചെയ്തൊരു ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്നും അത് എന്തുകൊണ്ടാണ് പുള്ളി ആ ലാംഗ്വേജ് യൂസ് ചെയ്തതെന്നും ഒക്കെ ഉള്ളൊരു ഐഡിയ മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഇത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മളിനി റോമാലേഖനം പഠിച്ചു തുടങ്ങുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഉപകാരപ്പെടും. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ വാക്യം പോലെ ആകയാൽ യഹൂദൻ എന്ത് വിശേഷതയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും പൗലോസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അത് ജാതികളോട് പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനത്തെ ഒരു ലാംഗ്വേജ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാകും. ഇപ്പം നാം മുമ്പേ പറഞ്ഞ പോലെ ഒരു സാധനത്തിൽ കൊണ്ടുവച്ചിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, അതുകൊണ്ട് പാപം ചെയ്യണമെന്നാണോ അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനത്തെ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പം അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ റോമർക്ക് 1 തൊട്ട് ഡോക്ട്രിൻ ഓഫ് ഗോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ട്രിൻ ഓഫ് ഗോഡ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഉപദേശ സംബന്ധമായിട്ടുള്ള ആഴങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട്, ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഗോഡ് ആണെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോൾ സാൽവേഷൻ, ഇതെല്ലാം നമ്മൾ ആഴത്തിൽ നിന്ന് പോകും. അതല്ലാത്തത് നമ്മൾ ആ വാക്യങ്ങളിൽ കൂടി കടന്നുപോയി അതെന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകും. അപ്പം ഇതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ പാർട്ട് 1 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, രാജുവച്ചനൊക്കെ ഒത്തിരി ആഡ് ചെയ്യാൻ കാണുമായിരിക്കുമല്ലോ. രാജുവച്ചനൊക്കെ ആഡ് ചെയ്യാൻ കാണും, അത് സ്റ്റോപ്പ് ചെയ്യാം.